ഇന്ന് രാവിലെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പാസ്റ്റർ ഫിലിപ്പ് ഗ്രാൻഡ് സംസാരിച്ചു. അത് കീറിപ്പോകാൻ ഒരു കാലം, തുന്നാൻ ഒരു കാലം, മിണ്ടാതിരിക്കാൻ ഒരു കാലം, സംസാരിക്കാൻ ഒരു കാലം. മിണ്ടാതിരിക്കാൻ ഒരു കാലത്തെ കുറിച്ചാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിച്ചത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് തുന്നാൻ ഒരു കാലം. This morning we heard from Pastor Philip Graham, the words that we read was a time to tear and a time to sow or mend, a time to keep silence and a time to speak. And he focused on keeping silent. I'm going to continue on the same verse, but talking about a time to sow or mend. Amen. തുന്നാൻ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി ഇങ്ങോട്ടുണ്ടാവും. When God starts to sow, His power will come down amongst us. ഇന്ന് അതിനോട് ഇറങ്ങേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കും. Let us pray that it comes down here today. എല്ലാവരും ശ്രദ്ധയോടെ നമ്മൾ ഒറ്റ വചനം ഇന്ന് മോനെ അതെല്ലാം സ്ക്രീനിൽ ഇട്ടോണം. എല്ലാവരും ശ്രദ്ധിച്ചോണം. അതനുസരിച്ച് നിൽക്കേണ്ടത് ഒരു എടുക്കാം. 1 John chapter 3 verse 18. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. സ്നേഹത്തെ കുറിച്ചാണ് ഇന്ന് രാവിലെ സംസാരിക്കാൻ പോകുന്നത്. Let's speak about love this morning. സ്നേഹം കൊണ്ട് തുന്നുവാൻ നോക്കൂ. We can sow with love. എന്ന് കർത്തമേശുള്ളപ്പോൾ ഇന്ന് കർത്തമേശയില്ലല്ലോ, എവിടെങ്കിലും കീറിപ്പോയിട്ടുണ്ടെ അത് കണ്ടുപിടിക്കാണ്. When we have the Holy Communion every week, it's not there today, so that we can find if anything's been torn somewhere. എവിടെങ്കിലും കീറിയിട്ടുണ്ടോ? There's something torn somewhere. ഇന്ന് രാവിലെ ഇരുന്ന് വളരെ ചിന്തിക്കണം. Let us pay close attention this morning. Thank you, Pastor. God gave that word. ഞാൻ ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാസ്റ്റർ ഫിലിപ്പ് ഗ്രാൻഡ് എന്താ പ്രസംഗിക്കാൻ പോകുന്നത് എനിക്കറിയാം. ഞാൻ ദൈവത്തിന്റെ സ്പിരിറ്റ് വന്നു ചെയ്തു. എന്തോ ഒരു സന്തോഷമാണെന്നറിയാം എനിക്ക്. ഇത് ഞാൻ ചിരിക്കുന്നുണ്ട്. I'm filled with joy this morning. സ്തോത്രം. നിങ്ങൾ സഹോദരിമാരെ ഒരു കാര്യം ഇവിടെ നമ്മുടെ സഭയുടെ സെക്രട്ടറി ഒന്നുകൂടെ എടുത്ത് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ എനിക്ക് അതിനകത്ത് 41 ഡിഗ്രി ഔട്ട്സൈഡാണ്. ഇപ്പൊ ബേസ്മെന്റ് ഇച്ചിരി തണുപ്പുണ്ടാവും. അല്ലാത്ത സഹോദരിമാർ തണുപ്പത്ത് ഇരിക്കാതിരിക്കാനാണ് ഇവിടെ വെച്ച് മീറ്റിംഗ് ആണ്. പക്ഷെ നിങ്ങളുടെ വള നിങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ ഇവിടെ കിട്ടും. And the meeting, sisters' meeting that was supposed to take place in my house, because of the cold and the basement getting a little cooler, we moved it here. But whatever snacks was prepared for you, you'll still get it here. ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us today. ഇവിടെ മനോഹരമായ ദൈവവചനമാണ് ഇപ്പൊ കേട്ടത്. We listen to a wonderful word of God. കുഞ്ഞുങ്ങളെ, My little children, നാം വാക്കിനാലും നാവിനാലും അല്ല, let us not love in word or in tongue, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ but in deed and in truth. സ്തോത്രം ചെയ്ത് ഒന്ന് കണ്ണു അടച്ച്. Let's close our eyes. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ സത്യവചനത്തിനായി സ്തോത്രം. Holy Father, thank you for your true word. ഞങ്ങളിന്ന് തുന്നുന്ന ഒരു സ്പിരിറ്റ് ഇവിടെ വിചാരിച്ചു. Let there be a spirit of sowing in our midst. ഞങ്ങളുടെ ഉള്ളിൽ കീറിയതെല്ലാം ഇന്ന് കെട്ടട്ടെ. Whatever has been torn apart in our minds, let it be mended. ഞങ്ങളുടെ ഒരു സാത്താൻ കീറിയതും അതൊന്ന് കേട്ടാൻ പോവുകയാണ് കർത്താവേ. Lord, whatever the enemy has torn, we're going to bind it today. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. We take victory in the name of Jesus and pray. സ്തോത്രം. അപേക്ഷ കടന്നുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. Thank you for hearing our prayer. In Jesus' name we pray. തുന്നാൻ തുടങ്ങിയത് ദൈവം. It is God who started to mend. സ്തോത്രം. തുന്നാൻ തുടങ്ങിയത് ദൈവം. It is God who started to sew together. എവിടുന്ന് തുടങ്ങി എന്നുള്ളതാണ്. And the question is, where did he start from? പിതാവായ ദൈവം പുത്രനിൽ കൂടെ സമയം തുന്നിയെടുത്തു. God the Father sewed us together with the Son. 1 യോഹന്നാൻ 3:16. 1 John 3:16. തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ ദൈവം തന്റെ പുത്രനിൽ കൂടെ പ്രാണനെ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. സ്നേഹമെന്താണ്? ദൈവം തന്റെ പുത്രന്റെ പ്രാണനെ നമുക്ക് വേണ്ടി കൊടുത്ത് മനുഷ്യനെ ഒന്ന് തുന്നിയെടുത്തു. And what is love? It is that God laid down the life of His only Son for us, so that He may sew us together to Him. ആദാമ്യ പാപം കൊണ്ട് മനുഷ്യന്റെ ജീവിതം കീറിപ്പോയി. And through the sin of Adam, the life of man had been torn apart. പിതാവായ
പുത്രനിൽ കൂടെ തുന്നിയെടുത്തു. God the Father sewed us together through the Son. കാരണം എന്താണ്? What is the reason? 1 യോഹന്നാൻ 4:16 വായിച്ചു. Read 1 John 4:16. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ ആ. നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ആ. ദൈവം സ്നേഹം തന്നെ. ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹം, നമ്മോടുള്ള സ്നേഹം, കുത്തിക്കെട്ടാനുള്ള സ്നേഹം, തുന്നിയെടുക്കുവാനുള്ള സ്നേഹം ദൈവം തന്റെ പുത്രൻ കൂടെ ഒന്ന് പ്രദർശിപ്പിച്ചു. കാരണം God is love. And that by this we know the love of God that He showed in binding us together, in mending us together, and sewing us together through His Son Christ Jesus. തെറ്റിച്ച് വായിക്കരുതേ, തെറ്റിച്ച് എവിടെയൊക്കെ പോകുന്നുണ്ട്. ദൈവ സ്നേഹം, പിതാവിന്റെ സ്നേഹം, കീറിപ്പോയ മനുഷ്യൻ തുന്നിയെടുത്ത ദൈവത്തിന്റെ സ്നേഹം ഈ സഭാലോകത്തിൽ വെച്ച് ദൈവജനം ഏറ്റെടുക്കണമെന്ന് അറിയണം. And the love of God, where man was torn apart, He sewed him together through Christ Jesus. In this church we should know it. 1 യോഹന്നാൻ 4:16 പറയുന്നു, 1 John 4:16 says, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. He who abides in love abides in God, സ്തോത്രം. ദൈവം അവനിലും വസിക്കുന്നു. and God in him. സ്തോത്രം ചെയ്ത്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. He who abides in love abides in God. സ്തോത്രം ചെയ്ത്. തുന്നിയെടുത്തവൻ ദൈവത്തിലോട്ട് കയറുക. സ്തോത്രം ചെയ്ത്. The one who has been sewn together is entering into God. തുന്നിയത് ദൈവം, It is God who sewn, തുന്നിയവനിൽ വസിക്കുന്നു. and He dwells in the one who has been sewn. തുന്നിയവൻ അവനിലും വസിക്കുന്നു. And the one who has been sewn dwells in him. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്? If that be so, what should we do? അങ്ങനെ ദൈവം തുന്നിയെടുത്തല്ലേ. If God has sewn us together that way, എനിക്ക് സന്തോഷമായി ഫിലിപ്പിക്കാൻ വാസുന്ന പ്രസംഗം. I was happy when Philip ran past the sermon. I was so happy. ഞാൻ ഇങ്ങനെ ഉള്ളോട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷിച്ചോണ്ടിരിക്കുകയാണ്. I was filled with joy when I was listening to the sermon. ദൈവം നമ്മെ തുന്നിയെടുത്തതുകൊണ്ട് സ്തോത്രം. I praise God that He sewed us together. തകർന്നു കിടന്ന ലൈഫല്ലേ. It was a life that was torn apart. സ്തോത്രം ചെയ്തേ. കാളിനും സീകർക്കിനും പകയ്ക്കും പിണക്കത്തിനും കൊലയ്ക്കും കേസിനും വഴക്കിനും അടിയിക്കുന്ന ലൈഫല്ലേ. Wasn't it a life that was under the control of liquor and smoking and fights and quarrels? എന്നാൽ ദൈവം നമ്മെ തുന്നിയെടുത്തതോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I praise God that He has sewn us together. സ്തോത്രം 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 സ്തോത്രം. ദൈവം നമ്മെ തുന്നിയെടുത്തു. God has sewn us up together. അവനെ നമ്മളെ മെന്നിയെടുത്തു. He has mended us up. സ്തോത്രം ചെയ്തേ. നമ്മൾ വളരെ ദൈവത്തെ സ്തുതിക്കണം. We need to praise God a lot. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ. And what do we have to do because of it? 1 യോഹന്നാൻ 3:11. Let's read 1 John 3:11. ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കണം. വചനം പറയുന്നു അന്യോന്യം സ്നേഹിക്കണം. The word says that we should love one another. സ്തോത്രം. അയ്യോ, ഇന്നലെ മഴയായിരുന്നെങ്കിലും നമ്മുടെ സ്റ്റാൻഡിലെ വീട്ടിൽ കണ്ടല്ലോ, എന്തോ നല്ല സന്തോഷമായിരുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് അന്യോന്യം സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഞങ്ങളെല്ലാം സ്നേഹമുണ്ടല്ലോ. ഞങ്ങൾ ഇടിച്ചു കയറി അവിടെ വന്നിട്ട് എനിക്കറിയാം നിങ്ങൾ വന്നെന്ന്. എവിടെ കീറിപ്പോയിട്ടുണ്ടോ? ജീവിതം എവിടെയെങ്കിലും കീറിപ്പോയിട്ടുണ്ടോ? And yesterday, although we had heavy rains, there were a lot of people who had come to the cottage meeting at Stanley Engel's house, and we showed our love there. So you may be thinking, why is Pastor still speaking about loving one another? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ തുന്നിയെടുത്തവൻ ചോദിക്കുന്നവരെന്ന് കീറിപ്പോയിട്ടുണ്ടോ? God, the Holy Spirit of God, who has mended up together, is asking, have we been torn apart somewhere? 3:11 പറയുന്നു നാം അന്യോന്യം സ്നേഹിക്കണം. 3:11 says we should love one another. അന്യോന്യം 3:14 പറയുന്നു. 3:14 പറയുന്നു അന്യോന്യം സ്നേഹിക്കുന്നവൻ മരണം വിട്ട് ജീവെടുക്കണം. And 3:14 says that he who loves one another has caused from death to life. നാം മരണം വിട്ട് സ്തോത്രം ചെയ്തേ. മരണം ഈ ശാരീരിക മരണമല്ല, രണ്ടാം മരണം
physical death, but it isn't talking about the second death, which is the judgment. We have passed that into life. അപ്പോൾ സ്നേഹത്തിൽ വസിച്ചാൽ മരണം വിട്ട് ജീവൻ കളയും. So if you abide in love, you will pass from death into life. സ്തോത്രം ചെയ്ത് വചനം പറയുന്നു. The word says, 2:20 വായിച്ച്. let's read 2:20, 2:11. chapter 2, verse 11. അവരോട് അവൻ ഇനിയും സഹോദരനെ പകയ്ക്കുന്ന എന്തോ അന്യമായിട്ട് സ്നേഹിക്കാനാ പറഞ്ഞ് It is said to love one another. സ്നേഹിക്കുകയാണെങ്കിൽ എവിടെ വന്നു മരണം വിട്ട് ജീവൻ കയറി. And if you love each other, you would have passed from death to life. എന്നാൽ But, വായിച്ച 3:15 let's read this verse now. സഹോദരനെ പകയ്ക്കുന്നവനോ എവിടെ ഇരിക്കുന്നേ? ഇരുട്ടിൽ. He who hates his brother is in darkness. 3:15 പറഞ്ഞ് Let's വായിച്ചു. read 3:15. സഹോദരനെ പകയ്ക്കുന്നവനെന്റെ എവിടെ? Says, he whoever hates his brother is a murderer. അപ്പൊ അവർ ജയിലിൽ പോയി കൊടുത്തു. They have to be punished. രാവിലെ പകയുടെ ഏതെങ്കിലും കോണകത്ത് കയറിയ കൊലപാതകം. If there is any root of hatred in you this morning, you are a murderer. സ്തോത്രം ചെയ്ത് നമുക്ക് സ്നേഹം കൊണ്ട് വളരെ തുന്നിയെടുക്കാം. We should be able to mend everything together in love. നോക്കിയ പിതാവിന്റെ സ്നേഹം നമ്മൾ ഇറങ്ങി തുന്നിയെടുക്കും. If the love of God came down in us and mended us up, ഇന്ന് രാവിലെ വചനം ഏറ്റെടുത്താൽ പ്രവേശനം നടത്തിയോട്ട് പോകാവൂ കേട്ടോ. this morning you should take up the word and dedicate yourself. വചനം എടുത്ത് പോകാവൂ. You should take up the word. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി ക്രിസ്തു നമ്മെ തുന്നിയെടുത്തു. The love of God came down in us and Christ has sewn us up together. സ്തോത്രം ചെയ്ത് തുന്നിയെടുത്തു. He has sewn us up together. ലോകക്കാർക്ക് കഴിയാത്തത്, What the people of the world cannot do, ഗവൺമെന്റിന് കഴിയാത്തത്, what is not possible by the government, ലീഡേഴ്സിന് കഴിയാത്തത്, what leaders can't do, മത നേതാക്കന്മാർക്ക് കഴിയാത്തത്, what the religious leaders can't do. എന്റെ ക്രിസ്തു എന്റെ കർത്താവ് മുഖേന ഒരു തുന്നൽ നടത്തി എന്റെ പിതാവ് മുഖേന പുത്രൻ കൂടെ തുന്നിയെടുത്തു. My Christ, my Lord, was able to sew up together by God through the Son. സ്തോത്രം. അങ്ങനെ തുന്നിയെടുത്തെങ്കിൽ If we did that, 3:15 കൊണ്ട് വായിച്ചു. let's read 3:15 now. സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകൻ. എന്തുവാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? Whosoever hateth his brother is a murderer. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകൻ. Whoever hates his brother is a murderer. സ്വതം ചെയ്ത് Praise the Lord. അവൻ വസിക്കുന്നത് എവിടെ ഇരിക്കുന്നത്? And where does he dwell? മരണത്തിൽ വസിക്കുന്നു. He dwells in death. മുമ്പേ വായിച്ചതാ. We read that before. അവൻ മരണത്തിൽ വസിക്കുന്നു. He dwells in death. മരണത്തിൽ വസിക്കുന്നത് കൊണ്ട് Because he dwells in death, മരണത്തിന്റെ ലീഡറിന്റെ കീഴവൻ കയറി. he is under the leader of death. ആരാധനയ്ക്കിരിക്കും ദൈവത്തിന്റെ വയലിൽ The child of God is sitting for worship. ജീവിതത്തിലത് പ്രവൃത്തി ഫലത്തിൽ കൊണ്ടുവരണം. You need to bring this into your life. ക്യാൻഡിന്റെ സമയം പോകുന്നത് 15 മിനിറ്റ് ഞാൻ തരാം. ക്യാൻഡിന്റെ 15 പറയുന്നു In 2:11 it says, അവൻ ഇരുട്ടിൽ കിടക്കുകയാണ്. he dwells in darkness. എവിടാ? ഇരുട്ടിൽ കിടക്കുന്നു. He is in darkness. വളരെ പഠിക്കേണ്ട വിഷയമാണ്. We should study that topic a lot. ഇനി അവൻ ആരുടെ മകനാണ്? Now, whose son is he? 1 യോഹന്നാൻ 3:10. Let's read 1 John 3:10. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ ഇതിനാൽ തെളിയുന്നു. തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ ദൈവത്തിൽ നിന്നുള്ളവനല്ലോ. In this the children of God and the children of the devil are manifest. Whoever does not practice righteousness is not of God, nor is he who does not love his രണ്ട് brother. കൂട്ടരേ ഉള്ളതാണ്. ഇന്ന് പഠിച്ചോണേ, പഠിച്ചോണം, Study it today. There are only 2 times. പഠിച്ചോണം. ദൈവത്തിൽ നിന്നുള്ളവൻ, The one who is of God പിശാചിൽ നിന്നുള്ളവൻ. and the one who is of the devil. സ്തോത്രം ചെയ്ത് യോഹന്നാൻ പ്രസംഗിച്ചത് കേട്ടോ. യോഹന്നാൻ സ്നാപകൻ സർപ്പസന്തതികളെ. Pay attention to what John the Baptist
they were dwelling in death. സ്തോത്രം, മരണത്തിൽ കിടക്കുകയായിരുന്നു. They were lying about in death. ഇരുട്ടിന്റെ നിഴലിൽ കിടക്കുകയായിരുന്നു. They were under the shadow of death. സ്തോത്രം, അതുകൊണ്ട് അവരെ എങ്ങനെ വിളിച്ചത്? That is why he called them that way. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവൻ ഇരുട്ടിലല്ല വെളിച്ചത്തിൽ വസിക്കുക. So he who dwells in the love of God is not in darkness, but he abides in light. അന്യോന്യം സ്നേഹിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. And those who love one another abide in God. വചനം അകത്തില്ലെങ്കിൽ ദൈവമില്ല. If the word is not in you, then God is not there. ദൈവമില്ലെങ്കിൽ വചനമില്ല. If God is not there, there is no word. ദൈവമില്ലെങ്കിൽ സ്നേഹമില്ല. If there is no God, there is no love. അങ്ങനെയാണെങ്കിൽ ആരാണകത്ത് കയറി? So then, who else is inside you now? എന്തിനു കയറി? Why did he get in there? ജീവിതത്തെ കീഴ്മുറിക്കാനാണ് കയറിയത്. He got in to tear your life apart. രാവിലെ ദൈവത്തെ സ്തുതിച്ച് Let us praise God this morning. നല്ലോണം ദൈവത്തെ സ്തുതിക്കണം. We should praise God strongly. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മുടെ കൊണ്ടുവരണം. We should bring it to practical life. വളരെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരണം. We should bring this to practical life. കഴിഞ്ഞാല് ഇവിടെ ഒരാളോട് പറഞ്ഞു, Somebody told someone the other day, ഞാൻ 1971 തോന്നി എന്റെ പെങ്ങളെ കഴിക്കണം. I think my sister's wedding was in 1971. ആ സമയത്ത് കുറെ ഓലകളെല്ലാം വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുക, നല്ല മനോഹരമായ പന്തലിടുക. And they were trying to put a bundle on the outside, and there were some nice leaves about. അപ്പോൾ അത് ഒരാള് തീയിട്ടു. One person set it on fire. അത് ആരാണെന്നറിയാമോ? And do you know who it is? അത് എനിക്ക് വസ്തു തന്ന മനുഷ്യന്റെ ഒരിക്കൽ ആരാടി എന്ന് പറഞ്ഞു. അദ്ദേഹം ആൻഡമാൻസ് നല്ല ജോലിയാണ്. എടാ നീ അത്ര വില കൊടുത്താൽ മതിയോ? ഒരു സെറ്റിന് 25 രൂപയുടെ കൂട്ടി അടിക്കേണ്ട ചോദ്യം. And somebody went and told the man who sold his property to me that person works in the Andamans. He could pay you more. Why did you sell it to him that cheap? ആധാരം എഴുതി കഴിഞ്ഞാൽ 5-6 മാസം കഴിഞ്ഞു. This is 5-6 months after we bought the property. ഞാൻ അങ്ങനെ പണക്കാരനൊന്നല്ല. I told him, I'm not a rich man like that. അപ്പം ആരാണ്ട് പറഞ്ഞാൽ നിനക്ക് വാങ്ങി ഒറ്റ പരിപാടി ചെയ്താൽ മതി. ഇപ്പൊ പെങ്ങളെ കല്യാണം നടക്കുക, നീ പോയി തീ ഇട്ടാൽ സംഗതി. And somebody told him, you can do just one thing. His sister's wedding is taking place now. Just go set fire to that place. ഞാൻ തീയിട്ട് കഴിഞ്ഞു. They set fire. മനസ്സിന് വിഷമമായി. ഞാനേ ഉള്ളു കത്തക്കോസി കേട്ടോ. ഞാനേ ഉള്ളു. Oh, you were worried. I was the only one in Pentecostal faith at that time. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെറു പെയിനിൽ കൂടെ പോവാ. So we're going through a pain then. അപ്പൊ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കോന്നി ജംഗ്ഷനിലോട്ട് 3 കിലോമീറ്റർ നടക്കുക. So one day I set out from home and I'm walking to Koni Junction, about 3 kilometers. അദ്ദേഹത്തിന് എന്നെ കണ്ടാലങ്ങ് ഇച്ചിരി പൈസ തീയൊക്കെ ഇട്ടാ ഇച്ചിരി കുളിച്ച് ഇച്ചിരി പൈസ തരുമെന്ന് വിചാരിച്ചതാണ്. And he thought that, after setting fire, I'd pay him some money. നമ്മൾ എത്ര ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ജോലി ചെയ്താലും പോക്കറ്റിലൊന്നും കാണില്ല. അറിയാം. If you work for the Indian government, there will be nothing left in your pocket. അപ്പൊ ഞാൻ തന്നെ കോന്നിലോട്ട് പോകുമ്പോൾ ഇതൊന്നും എതിരെ കയറി വരുന്നു. And so when I was walking towards Koni, this person is coming against me. ആരാ വരുന്നേ? Who is coming? ആരാ വരുന്നേ? എനിക്ക് തീയിട്ട് എതിർ പാർട്ടി. The opposite, the guy against me who set fire to those leaves. അപ്പൊ ഞാൻ ഇങ്ങനെ പോവുകയാണ്. ഇതിലൂടെ കയറി വരികയാണല്ലോ. So I was walking there, and this man is coming on അപ്പൊ the other side. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോകും. If I hate him, I should bow my head down and walk. അദ്ദേഹം ഇങ്ങനെ പോകും. And he should walk looking the other way. And that's how some Pentecostals are today. Some Pentecostals are like this, always like this. I'm not like that. ഞാൻ ഏകദേശം അടുത്തു. ഇവരുടെ കുഞ്ഞുങ്ങളെ എലീസ ആൻഡ് ലിയ അവരുടെ അത്ര അടുത്തായപ്പോ When I drew close to him, about as far as the kids are sitting from here now. ഒരു സ്നേഹം എന്റെ പേര് വന്നു. അദ്ദേഹത്തിന്റെ പേര് കൊച്ചെന്ന. എനിക്കൊരു പ്രമാണമുണ്ട്, സ്വന്തം റിലേറ്റീവ് അല്ലേ ആരെ അച്ഛന്ന്. ഞാൻ അങ്ങനത്തെ മനുഷ്യനാണ്. രക്ഷിക്കപ്പെടുന്നത് വരെ എന്റെ റിലേറ്റീവ് അല്ലെങ്കിൽ ഞാൻ ആരെ എത്തിയിട്ടില്ല. നോ 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 ഞാൻ ആളുകൾ. എന്നാൽ ക്രിസ്തുവിന്റെ കുടുംബത്തിൽ വന്നപ്പോ എല്ലാരും അച്ഛന്മാരും മച്ചാന്മാരും. So when I saw him, the spirit of love came upon me, and I called him out his name in respect. Are you writing my message? Then you will practice it. ഈ അത്ര അടുത്ത് വന്നാൽ ഞാൻ എനിക്ക് വിരോധമായി നിൽക്കുന്ന എനിമയൊക്കെ വിളിക്കുക. ഒരു സ്നേഹം എന്റെ
a spirit of love that came upon me. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചെന്ന എന്തോ His name was Koch. ഞാൻ വിളിക്കുക കൊച്ചാവോ And I called him out. അത് ഞെട്ടിപ്പോയി. And he was stunned. എവിടെ പോയി? Where are you going? അവരുടെ അടുത്ത് പറഞ്ഞു ഞാനിവിടെ. And he said, oh, I went to this place. അന്ന് മുതൽ ഇന്ന് ഒരു സ്നേഹിതൻ. And from that day on, we've been friends. Did I have to pay anything? എനിക്കൊരു ജനമുണ്ട്. Did I have to spend anything? സ്തോത്രം. എനിക്കൊരു അടിവെല്ലാം സൂക്ഷിച്ചു. എനിക്ക് വലിയ ചെലവുണ്ടായി. എന്റെ നോക്കിയേ പ്രവൃത്തിയിൽ കൂടെ Oh, yes. Hallelujah. You should bring love into practical life. ദൈവമില്ലാത്ത മനുഷ്യൻ പിന്നെ ബ്രദറുകാരനായി മാറി. And the man who did not have God then became a believer. എന്നെ എവിടെ കണ്ടാലും ചോദിക്കുന്നു കുഞ്ഞപ്പഴ വന്നേ. Any place he sees me, he asks me, son, when did you come? അന്ന് ഞാൻ പാസ്റ്റർ ഒന്നുമല്ല. That time I was not a ഒരു pastor. പെന്തക്കോസ്തുകാരനായി നടക്കുകയാണ്. എന്റെ വീട് പെന്തക്കോസ്തല്ല. I was just a Pentecostal by myself. My house was not. മനസ്സിലായോ? പെന്തക്കോസ്തുകാർക്ക് വില കൊടുക്കുന്ന വീടല്ല. It was not a house that gave respect to Pentecostals. ആരും വില കൊടുക്കുന്നില്ല. എന്റെ സഹോദരൻ കുഞ്ഞോൻ പോലും പെന്തക്കോസ്തുകാരെ കള്ളനാണ് വിളിക്കുന്നത്. Everybody, even my brother back then would call us liars. ഇവരെല്ലാം കള്ളനാണ്. They would say all these Pentecostals are liars. എന്നോട് പറയുന്നത് അച്ഛാ ഇവരെല്ലാം കള്ളനാണ്. He would tell me, all of them are liars. അല്ല. I would say, no, that's not സ്തോത്രം so. ചെയ്യേ. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah. ഞാൻ അച്ചായ വന്ന വിളിയോടെ വിളിച്ചതിന് ശേഷം ഇന്ന് അവരുടെ വീട്ടുകാരെല്ലാം ബ്രദറുകാരാണ്. I call them in love, and today all that family is in the brethren faith. സ്തോത്രം ചെയ്യേ. സ്തോത്രം ചെയ്യേ. അപ്പൊ സ്നേഹം അന്യോന്യം സ്നേഹിക്കണം. So we should love one another. ആരെ സ്നേഹിക്കണം? Who should we love? സ്തോത്രം. അത് ശത്രുവായിരിക്കും അങ്ങ് സ്നേഹിക്കണം. You should be able to love your enemies. സ്തോത്രം ചെയ്ത് Praise God. നമ്മളുള്ള സ്നേഹം ഒന്ന് തികയ്ക്കാൻ പഠിക്കണം. എന്താ പറഞ്ഞേ? പൊട്ടിച്ചുവിടാനല്ല പിന്നെ തികയ്ക്കാൻ പഠിക്കണം. We should learn to complete our love. നമ്മളിലുള്ള സ്നേഹം എന്തോ ചെയ്യേണ്ടത് ഒന്ന് തികയ്ക്കാൻ പഠിക്കണം. 1 John 2:5 5 6 We should learn to fulfill our love. Let's read 1 John 2:5-6. എന്താ പറഞ്ഞേ? കേട്ടത് സത്യം അവനിലില്ല. ഞാൻ കേട്ടില്ല. ആരെങ്കിലും എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തിരിഞ്ഞിരിക്കുന്നു. അയ്യോ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. But whoever keeps his word, truly the love of God is perfected in him. നിങ്ങൾക്ക് പതിനെട്ട് തന്നല്ലോ. ഇങ്ങോട്ട് നോക്ക്. ദൈവസ്നേഹം വാസ്തവമായി തികയ്ക്കണം. Truly you should be able to perfect the love of God. ശത്രു ലജ്ജിക്കണം. The enemy should be ashamed. സ്തോത്രം ചെയ്താൽ വലിയ പ്രയാസമായിട്ട്. It is very difficult to do. നമുക്ക് തീ വെച്ചവനെ അച്ചാന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്നെ ചീത്ത വിളിച്ചാൽ അയ്യോ തെറ്റിപ്പോയി. അന്ന് അവിടെ എല്ലാം കിടന്ന് ബഹളം വെക്കും. തീറ്റ വിളിയാണോ ഭയങ്കര ബഹളം ചീത്ത വിളിക്കുക. എന്നാൽ സ്തോത്രം എന്റെ ദൈവമേ എന്റെ ഫാദർ മുൻകോപിയ. ദൈവമേ പേടിയായിരുന്നു. ഭയങ്കര മുൻകോപിയ എന്റെ ഫാദർ. സ്തോത്രം എന്റെ ദൈവമേ ഇവന്റെ കഴുത്തിൽ കയറി പിടിച്ചുപോയി തീർന്നു. എന്നാൽ ദൈവം ഓർത്തു. ദൈവം ഓർത്തു. ഇന്ന് രാവിലെ ദൈവമക്കളെ കീറാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ഉന്നാനാ വിളിച്ചത്. The children of God, God has not called you to tear apart, but to mend together. ഇന്ന് രാവിലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. Let us praise God this morning. സ്തോത്രം. Hallelujah. അതോ ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി ഉറക്കപ്പറ തികഞ്ഞിരിക്കുന്നെന്ന്. തികഞ്ഞിരിക്കുന്നു. Here is written, but whoever keeps his word, truly the love of God is perfected in him. അതുകൊണ്ട് ദൈവത്തിന് പിന്നെയും പറയുന്നു. That is why the word of God says again. 1 John 4:7-8. Where's John 4:7-8? പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. പ്രിയമുള്ളവരെ നാം അന്യോന്യം എന്ത് ചെയ്യണം? ഇംഗ്ലീഷ്. Beloved, let us love one another. ഞാൻ നോക്കിയേ. പ്രിയമുള്ളവരെ അന്യോന്യം സ്നേഹിക്കണം. ലവ് എന്താ പറ? വൺ അനദർ. അടുത്തത് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. For love is of God. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ നോക്കിയേ. നീ എവിടുന്നാണ് ജനിച്ചത് നിന്റെ സ്നേഹം കൊണ്ടറിയാം. Through your love, we will know where you are born from. ഞാൻ പ്രാക്ടിക്കൽ ലൈഫാണ് നിങ്ങളോട് വിളിച്ചോളൂ. I'm talking
practical life here. പ്രാക്ടിക്കൽ ലൈഫല്ല ഞാൻ പ്രസംഗിക്കേണ്ടത്. Without practical life, I want to get up to serve the സ്തോത്രം. priest. എന്റെ എല്ലാ പണക്കത്തിനും 3 മിനിറ്റേ ഉള്ളൂ ആയുസ്. And all of my discontent or hatred is just for 3 minutes. 3 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ നിരക്കും. And after that, I said it right. കാരണം എന്നാണ്? What is the reason? ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ Any man is just for a breath. സ്തോത്രം ചെയ്ത് ഏത് മനുഷ്യനും ഏത് ഗുളിക കഴിച്ചാലും Whatever medicine you take, ഏത് വൈറ്റമിൻസ് കഴിച്ചാലും whatever vitamins you take, ഏത് ആയുർവേദം കഴിച്ചാലും വളരെ തിരിഞ്ഞു നടന്നാലും whatever Ayurvedic medicine you take or you do massages, ഒരാഴ്ച നമ്മുടെ ആയുസ് ദൈവം തന്നിരിക്കുന്നു. there's only one life on this earth. ഒറ്റ ആയുസ ദൈവം തന്നിട്ടുള്ളൂ. There's only one life God has given us. വീട്ടിൽ വഴക്കുണ്ടാക്കി പിഴക്കടിക്കാനുള്ള കീറാനുള്ള പുല്ലാനുള്ളത്. He has not called us to have fights at home and tear lives apart, but to live together. അയ്യോ, വീട്ടിൽ ഭാര്യ തുന്നുന്നവളായിരിക്കണം. At home, the wife should be one who mends. ഭർത്താവ് തുന്നുന്നവളായിരിക്കണം. The husband should be one who mends. കുഞ്ഞുങ്ങളെ തുന്നിയെടുക്കണം. They should mend the children together. കുഞ്ഞുങ്ങൾ തുന്നിയെടുക്കണം. The children should mend each other. സ്തോത്രം ചെയ്തേ. സ്തോത്രം ചെയ്തവിടെ. Let's praise God. ഇന്ന് രാവിലെ ദൈവം സംസാരിക്കുന്ന The Spirit of God is speaking this morning. കീറിക്കളയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. God has not called us to be torn apart, തുന്നിയെടുക്കാനല്ലേ. but to be sewn together. പ്രവൃത്തി ഫലത്തിൽ കൂടെ വാ. പ്രവൃത്തി Bring ഫലത്തിൽ it to കൂടെ വാ. life. Let us bring it to our acts of life. അനേക കുടുംബങ്ങൾ കീറിപ്പോകുന്നില്ലേ. Many families are being torn apart today. സ്തോത്രം ചെയ്തേ. അപ്പനെയും അമ്മയും കൊന്ന കുഞ്ഞുങ്ങളില്ലേ. And there are children who have murdered their own parents. കുഞ്ഞുങ്ങളെ കൊണ്ട് അപ്പനും അമ്മയില്ലേ. Aren't there parents who have killed their own children? കീറിക്കളയാനല്ല ദൈവം വിളിച്ചത്. God has not called us to be torn apart, സ്തോത്രം ചെയ്തേ. തുന്നാനാ വിളിച്ചത്. but He has called us to sew together. Praise the Lord. Let us sew it together. ആരെങ്കിലും ഒരാൾ ക്രമം കെട്ട് നമ്മളോട് സംസാരിച്ചാൽ സ്തോത്രം ചെയ്തു ദൈവം അവനോട് ക്ഷമിക്കണം. If anybody talks in a wrong manner to us, we should pray, God forgive him. ദൈവമേ അവനോട് ക്ഷമിക്കണം. God forgive him. അവൻ ചെയ്ത് ഞാൻ ചെയ്തില്ല. What he did, I will not do. മൂന്നാമത്തെ ലേഖനം യോഹന്നാൻ ഗായോസിന് എഴുത്തെഴുതി. And the third epistle, John writes a letter to Gaius. പ്രിയനായ ഗായോസേ, Beloved Gaius, നീ നന്മയായി തിന്മയെ അവിടെ സ്നേഹത്തെ കുറിച്ച് പലത് പറയുന്നുണ്ട് കേട്ടോ. you should overcome evil with good. ഒരു കാര്യം പറയും, നിന്റെ നന്മ കൊണ്ട് എന്ത് ചെയ്യണം? തിന്മയെ ജയിക്കണം. There's many things written about love there, and this one thing is said, you should overcome evil with your goodness. ഇനി സ്നേഹമുണ്ട്, There's love, നല്ല ആരാധനയുണ്ട്, there's good worship, കൂട്ടായ്മയുണ്ട്, there's good fellowship, സഹായത്തിന്റെ ഹസ്തമുണ്ട്. and there is a hand of helping. എല്ലാം കണ്ടത് എന്താ പറയുന്നത്? സ്നേഹമുണ്ട്, There's love, പിന്നെ കൂട്ടായ്മയുണ്ട്, there's fellowship, ആരാധനയുണ്ട്, there's worship, സ്നേഹത്തിന്റെ ഹസ്തമുണ്ട്. and there's the hand of love. എന്നാൽ ജീവിതം ശരിയല്ലെങ്കിൽ But if life is not right, സ്തോത്രം ചെയ്യാൻ ജീവിതം ശരിയല്ലെങ്കിൽ but if your life is not right, ഇന്ന് രാവിലെ തിരിക്കണം. you should sew it together today. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. If the righteous make it with difficulty, അഭക്തന്റെ ഈ പാവിലും ഗതിയല്ല. what would be the case of sinners and the ഞാൻ നിന്നോട് unrighteous? പറയാൻ പോവുകയാണ്. Let me tell it again. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുണ്ട്. If the righteous are saved through difficulty, ഒരു വേർഡ് ആഡ് ചെയ്ത് വിടുകയാണ്. let me add one more to it. അഭക്തന്റെയും പാവിന്റെയും പിന്മാറ്റക്കാരനെയും ഗതിയല്ല. What would be the case of the unrighteous and sinners and the backsliders? സ്തോത്രം ചെയ്തു. ഈ വചനത്തിനകത്ത് കയറിയിരിക്കണം. സ്തോത്രം You should ചെയ്തു. always be in the Word of God. ഈ വചനത്തിനകത്ത് കയറി നിന്നോണം കേട്ടോ. You should remain in the Word of God. ഒരിക്കലും തോറ്റു പോകില്ല. You will never be defeated. സ്തോത്രം. നമ്മൾ ഒരുത്തൻ വഴക്കൊണ്ടാക്കി അങ്ങനെ നടക്കുക, ഇവൻ ആള് ഗുണമല്ല. One person is always quarreling and he's not right. നമ്മൾ നല്ല സ്വീറ്റ് വേർഡ് കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ ഇവനുണ്ടല്ലോ ഈ ചോക്ലേറ്റ് തന്നെയാണ് ഇതിന്റെ കളർ എനിക്ക് ഇഷ്ടമല്ല. You understand what I'm saying? Chocolate is always good, but I don't like that color. Chocolate is always good, I don't like that color. Understand what I'm saying?
ആ കളർ ഏതിനെ കാണിക്കുന്നു? ഇരുട്ടിനെ കാണിക്കുന്നു. ഇരുട്ട ചോക്ലേറ്റ് അവസ്ഥ നല്ലത്. അടിച്ചു, നിങ്ങൾ അടിച്ചു. എനിക്ക് കുഴപ്പമില്ല. അതിന് കളറാ പറഞ്ഞത്. നോക്കിയേ, ഒരിക്കലും ഗുണമില്ലെങ്കിലും എത്ര പറഞ്ഞാലും കേൾക്കില്ലെങ്കിലും കർത്താവ് ഒരു ആലോചന പറഞ്ഞു കൊടുത്തു. അതാണ് സുവിശേഷം. എടുത്തു. 18:35. Chapter 18, verse 35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ അവിടെ വരുന്നതിന് മുമ്പ് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന വിഷയത്തിന് മുമ്പ് 21 വായിച്ചിട്ടുണ്ടാകും. Let's read verse 21 first. അപ്പോൾ പത്രോസിന് സംശയം. കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം. അപ്പോൾ പറഞ്ഞു കൊടുത്ത മറുപടി. ഇത് 18-ാം അധ്യായം സഭയോട് പറയുന്നത്, കർത്താവ് പറയുന്നതാണ്. സഭയെ കുറിച്ച് പറയുന്ന വിഷയമാണ് കേട്ടോ. Chapter 18, the Lord speaks regarding the church. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ ഞാനുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. The Lord said that if 2 or 3 gather in my name, I am in their midst. അപ്പൊ ഇങ്ങനെ കർത്താവ് പഠിപ്പിച്ചോണ്ട് വരുമ്പോൾ അടുത്ത പാരഗ്രാഫിൽ പത്രോസ് ഒരു ചോദ്യം. And when the Lord is teaching that way, in the next paragraph, Peter asks a question. ഗുരു, സഹോദരൻ കഴിച്ചാൽ എത്ര പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു കൊടുക്കണം? How often shall my brother sin against me and I forgive him? കർത്താവ് പറഞ്ഞു 7 വട്ടം മതിയോ? 7 വട്ടം മതിയോ? അപ്പൊ 7 ഞാൻ തയ്യാറായിരുന്നു. പത്രോസ്, So Peter was prepared to forgive 7 times. നമ്മൾ ഒന്നിന് തയ്യാറല്ല. We are not prepared to do it even once. ഒന്നിന് തയ്യാറല്ല. ഒന്ന് ക്ഷമ ചോദിച്ചാൽ ഏതാണ്ട് തലേന്ന് പറഞ്ഞു പോയത്. And if he has forgiveness once, it's like something fell off our head. മനസ്സിലായി? ചില ഹെഡ് വെയിറ്റ് കണ്ടാണ്ടല്ലോ, അതിനേക്കാൾ അവൻ ഉയർന്ന. If you look at the head weight of some, it's like they are bigger than Trump. മനസ്സിലായി? പക്ഷെ തലയ്ക്കത് പങ്ക് കഴിയുന്ന അറിയില്ല. They just pumped up. ഞാൻ നോക്കി നിന്റെ 7 കൊണ്ട് വാ. എത്ര? യേശുവോട് Jesus said to him, 7 വട്ടമൊന്നുമല്ല. ചുമ്മാതിരി. അത് റേഷൻ കച്ചവടം. I did not say to you up to 7 times. അത് റേഷൻ കടയിലെ ബിസിനസ്സാണ് പത്രോസേ. It is like a rationing business. പിന്നെത്ര? 490 പ്രാവശ്യം. But up to 70 times 7. എത്ര അത്? That's 490. എത്ര അത്? 490. നീ കുറഞ്ഞ പക്ഷം 400. എന്നാ ബോണസ് ഇട്ട് നീ 15 കൂടെ ക്ഷമിച്ചാൽ നിന്റെ സന്തതിയെ ദൈവം മാറ്റിയായിരിക്കും. If you at least forgive another 15 times, God will bless your generation. സ്തോത്രം ചെയ്തേ. 18:35 പോവാൻ. Let's read verse 35 now. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ചെന്നിങ്ങനെ സ്നേഹിക്കാം. കഴിച്ചു കൂട്ടിയതാ അവനോട് ഞാനിന്ന് ബരാബർ ഹോഗിയാനാ ഭായി. എന്തോ ബരാബർ ഹോഗിയാ ബരാബർ നീ പോയ ഹൃദയപൂർവ്വം. If you don't love with your heart, അകത്ത് ഹൃദയപൂർവ്വം, ഹൃദയത്തിനകത്തെ അറയ്ക്കകത്ത് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, അറയ്ക്കകത്ത് ഒന്നും ഇട്ടാക്കരുത്. പിന്നെ you should not have anything in the chambers of your heart. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും അങ്ങനെ തന്നെ ചേർത്തടിച്ച് നിന്നോടും ചെയ്യുമെന്ന്. If you are not able to forgive your brother fully, then my Father in heaven will do the same to you. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്ന ദൈവങ്ങളെ, You children of God have come to worship this morning. എനിക്ക് ദൈവത്തിന്റെ ആത്മാ 2 ആഴ്ച കൊണ്ട് തന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ കർത്തൃമ സാധി. Although the Spirit of God gave this to me 2 weeks ago, last week also I had the Holy Communion here. ഞാൻ അന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞു ഞാൻ ഇനി നടത്തില്ല. And after leaving here, I decided I will not do it again. ദൈവ മുമ്പിലിരിക്കുന്നവനെ ഞാന് And who is he who is sitting before God? ദൈവം വിളിച്ചത്. God has not called us to tear apart. ദൈവം നമ്മെ തുന്നിയെടുത്തെങ്കിൽ If God has sewn us up together, നീ കുഞ്ഞുന്നവനായിരിക്കെ. you should be one who sews together. അയ്യോ, ഇത് ആരോട് പാസ്റ്റിങ്ങനെ ആരോട് ഇന്നിങ്ങനെ ഒരു പ്രത്യേക പ്രസംഗം തരാൻ കാര്യം. Why is Master preaching today this way? ഇന്നിങ്ങനെ മെസ്സേജ് ഇന്നിങ്ങനെ മെസ്സേജ് This is the message today. സ്തോത്രം ചെയ്തേ. എന്താ പാസ്റ്റ് എന്തോ പറ്റില്ല.
സ്തോത്രം. ഹൃദയപൂർവ്വം ക്ഷമിക്കുക. You should forgive from your heart. സ്തോത്രം ചെയ്ത് വീട്ടിൽ ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ If you forgive from your heart in your homes, സ്തോത്രം ചെയ്ത് ഹൃദയപൂർവ്വം നമ്മൾ ഇങ്ങോട്ട് ക്ഷമിക്കാൻ തുടങ്ങിയാൽ if you start forgiving from your heart, നിങ്ങളുടെ സമയം ഞാൻ തീർക്കാൻ തുടങ്ങി. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ തുടങ്ങിയാൽ if you start forgiving from your heart, നമ്മുടെ വീട് സ്വർഗ്ഗമായി. our homes will be as heaven. സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ വീട് സ്വർഗ്ഗമാണ്. Our home should be made heaven. ആണ് അങ്ങനെയാണ് എന്റെ സത്യം. That is the truth. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. Now let me speak to you in the spirit of God this morning. നിങ്ങൾക്ക് സമയം തരാം. I'm going to give you your time. സ്തോത്രം. ദൈവമേ, നീ എന്റെ ഉള്ളു അറിയുന്ന ദൈവമാണ്. God, you know my heart. എന്തുവാ തിരുവചനത്തിൽ മത്തായിയുടെ സുവിശേഷത്തിന് കർത്താവ് പറഞ്ഞെന്നതാണ്, ഒരുത്തൻ വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ In Matthew, the Lord says that one goes to offer sacrifice. വഴിപാട് കഴിക്കുമ്പോൾ മറ്റവനോട് വല്ലതും ഉണ്ടെന്ന് അകത്തൊരു ചെറിയ തോന്നൽ പറഞ്ഞാൽ വഴിപാടോടെ If he remembers any slight thing that his brother may have against him, നീ അവനുമായി പോയി നിരക്കണം. വായിക്ക് വരുന്നത് എന്താ പറഞ്ഞേ? വായിൽ വരുന്നത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. പറഞ്ഞു മനസ്സിലായേ? വായിൽ വരുന്നത് തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. കല്ലെടുത്ത് എറിയുന്നത് പോലാണ് വായിന്ന് വരുന്നത്. അതുകൊണ്ട് നമ്മൾ തുന്നുന്നവരായിരിക്കണം, എറിയുന്നവർ ആരും പറഞ്ഞിട്ടല്ല. ഇത് ഞാനൊന്ന് പറയുക. what comes out of your mouth is like the stone that you throw, it will not come back. സ്തോത്രം ചെയ്തേ. ഇന്നത്തെ നല്ല ആലോചനയല്ലേ കിട്ടി? We received a wonderful message this morning. ഇതിനാണ് കാലം. There's a time to tear. കീറിക്കൊണ്ട് നടക്കാൻ കാലം. കിട്ടിയപ്പോൾ തിരിഞ്ഞു മതിയാ. People walk like hippies, torn apart. ഇവിടെ ആശങ്കാരി കുഞ്ഞുങ്ങളെ മുട്ടൽ ഇവിടെ കീറി നടക്കുക. Now it's fashionable to have torn knees. ഇവിടെ മുട്ടെല്ലാം കീറിയിരിക്കുക. ജീവിതമേ തകർത്തു. The whole life is destroyed. കീറാനല്ല God has not called you to tear apart. ഇട്ട് നാട്ടുകാരെ കാണിക്കാനുമല്ല വിളിച്ചത്. And He has not called you to show people wearing torn clothes. തുന്നാണ് He has called you to go together. Hallelujah. God has called you to go together. ദൈവത്തെ സ്തുതിക്കണം. Let us praise God this morning. കർത്താവേ, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അടിയറവ്. God, I surrender before you. ദൈവത്തിന്റെ സന്നിധിയിലോട്ട് നീ ഏൽപ്പിച്ചു തരിക. I surrender myself in your presence. എന്റെ വീട് ഏൽപ്പിച്ചു തരുന്നു. I surrender my home. സ്തോത്രം ചെയ്ത് എന്റെ ജീവിതം സമർപ്പിച്ചു തരുന്നു. I surrender my life. എന്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു തരുന്നു. I surrender my children. ഞാൻ പോകുന്ന സഭയെ സമർപ്പിച്ചു I തരുന്നു. surrender the church I go ദൈവമേ, to. ദൈവത്തെ കൊണ്ട് നിറയട്ടെ. Lord, let us be filled with the love of God. സ്തോത്രം ചെയ്ത് നിങ്ങൾ എല്ലാം ഓരോന്നും നിൽക്കുന്നില്ല. Let us all stand. താങ്ക് യു മക്കളെ. താങ്ക് യു സോ മച്ച്. സ്തോത്രം ചെയ്ത് തലവണയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ച് തലവണയ്ക്ക് നിങ്ങൾ ടേക്ക് എ ഡിസിഷൻ റൈറ്റ് നൗ. ദൈവം നമ്മെ തുന്നിയെടുത്തെങ്കിൽ നാം തുന്നുന്നവരായി. സ്തോത്രം ചെയ്ത് ദൈവമേ, നിന്റെ കൃപ give us your special peace, Lord. To abide in your life, Father, because you are love. നീ സ്നേഹമാണ് കർത്താവ്.